ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും എല്ലാവരും അമർത്തണം. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുന്ന ഒരു വിഭവമാണ് ലേസ് അല്ലേ. അപ്പോൾ അത് കുറഞ്ഞ വിലയിൽ കിട്ടുന്നുണ്ട്. 5 രൂപ 10 രൂപയ്ക്കൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മളതിന് 5, 6, 10, 20 ബാഗൊക്കെ നമ്മുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്. അത് അവർ ആസ്വദിച്ച് കഴിക്കാറുമുണ്ട്. ചിപ്സിനെ കുറിച്ചൊരു ഞെട്ടിക്കുന്ന വാർത്ത ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു. ഉരുളക്കിഴങ്ങ് ചിപ്സിൽ മരണത്തിന് വരെ കാരണമായേക്കാവുന്ന മായം കലർന്നിട്ടുണ്ട് എന്നുള്ളത്. അത് എത്ര പേർക്ക് അറിയും എന്നെനിക്കറിയില്ല. അംഗീകാരമില്ലാത്ത പാൽ ചേരുവകളാണ് ഇതിൽ ചേർക്കുന്നത്. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പലവിധ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. മക്കൾക്ക് ഇപ്പോഴൊന്നും അറിയില്ല, കുറേ കഴിയുമ്പോഴേക്കും നമുക്കതിനെക്കുറിച്ചുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനുഭവത്തിലൂടെ വരുന്നത്. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കില്ല. നമ്മൾ വേറെ വല്ലതും കഴിച്ചിട്ടാണെന്ന് വിചാരിക്കും. അത് കഴിക്കുന്തോറും കുടലിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളും നമ്മുടെ തൊണ്ടയിൽ വരുന്ന ഒരുപാട് അസ്വസ്ഥതകളും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി നിങ്ങളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ കിഴങ്ങും അതും ഇതൊക്കെ വാങ്ങുന്നില്ലേ, അതിന് കൂടെ അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. മക്കൾ ആസ്വദിച്ച് കഴിക്കട്ടെ. വീട്ടിലുണ്ടാക്കുന്നതിനോട് ഒക്കില്ലല്ലോ മറ്റൊന്നും. അതുപോലെ ഈ ലേസ് കഴിക്കുന്നതുകൊണ്ട് അലർജി ഉണ്ടാകുന്നുണ്ട്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസമുട്ടലുണ്ടാവും, തടസ്സമുണ്ടാവും. അതുപോലെ തൊണ്ടയിൽ ചൊറിച്ചിൽ വരും, നാവിൽ ചൊറിച്ചിൽ വരും, ചുണ്ടിൽ ചൊറിച്ചിൽ. ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. അതുപോലെ ഇനി നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാതെ സ്വന്തമായി വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ലേസ് കൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വരുന്ന അസുഖങ്ങൾ നമ്മൾ ഇല്ലായ്മ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലേ? ആരോഗ്യമുള്ള മക്കളെയല്ലേ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. നമ്മൾ ഈ കടയിൽ കാണുന്ന അതും ഇതൊക്കെ വാങ്ങി മക്കൾക്ക് തിന്നാൻ കൊടുക്കും. ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പോഴത്തെ മക്കൾക്ക് പല പല അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പരമാവധി പണ്ടുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ കാന്താരി ചമ്മന്തിയും കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അവർ ഇന്നും ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. നമ്മുടെ മക്കളോ ഒരു 5, 6 വയസ്സാകുമ്പോഴത്തേനും ആ രോഗം, ഈ രോഗം, ക്യാൻസർ, അത് ഇത് എന്ന് പറഞ്ഞിട്ട് പലവിധ രോഗങ്ങളും വരുന്നുണ്ട്. ഇതിനൊക്കെ വഴിയൊരുക്കുന്നത് നമ്മൾ അച്ഛനമ്മമാർ മാത്രമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ കരയുമ്പോഴത്തേനും ലേസ് വാങ്ങിക്കൊടുത്ത് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറ്റാതെ അവരെ നയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു സാധനം നമ്മൾ മക്കൾക്ക് ചെറുതിലേ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ എനിക്കിതേ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഇമാതിരി ഉള്ള സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നും ആരോഗ്യത്തോടെയും ആയുസ്സോടുകൂടി ഇരിക്കട്ടെ. നല്ലൊരു ഭാവി ജീവിതം അവർക്കുണ്ട്. അവരെ നമ്മളെ എന്നും ഹാപ്പിയായി നിർത്തണമെങ്കിൽ അവരോട് സ്നേഹത്തോടും സാന്ത്വന വാക്കുകൾ പറഞ്ഞുകൊണ്ടും അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. ഒരിക്കലും നമ്മുടെ മക്കൾ വഴിവിട്ട് പോകില്ല. നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കുമ്പോൾ, നമ്മൾ അവരുടെ കൂട്ടുകാരാകുമ്പോൾ ഒരിക്കലും നമ്മളെ വിട്ട് അവർ പോവില്ല.